അധ്യക്ഷനായിരിക്കുന്ന പ്രിയ അനീഷ് പാസ്റ്റർ, നല്ല ഗാനങ്ങൾ പാടിയ പ്രിയ സിസ്റ്റർ, പ്രാർത്ഥിച്ച റിജി കോശി പാസ്റ്റർ, ബാക്കി എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും പ്രാരംഭം അർപ്പിച്ചുകൊള്ളുന്നു. പ്രിയരെ, നമ്മുടെ ഈ ഒരു ആയുസ്സിൽ, ഈ അല്പകാല ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം, മക്കളെന്നുള്ള പദവി. സ്തോത്രം, ഒരു അസാധാരണമായ ഒരു പദവിയാൽ അനേക കോടാനുകോടി ഹല്ലേലൂയ വലിയ മാന്യന്മാരുണ്ട്, അധികാരസ്ഥന്മാരുണ്ട്. ഈ ലോകത്ത് അനവധി നിരവധി പ്രമുഖന്മാരൊക്കെ ഉണ്ട്. ഹല്ലേലൂയ വിദ്യാസമ്പന്നരുണ്ട്. ഇപ്പൊ ശാസ്ത്രലോകം ഇപ്പൊ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ ചന്ദ്രനിലൊക്കെ പോയി, അല്ലെ ബഹിരാകാശത്ത് പോയി കടന്നു വന്ന സുനിത വില്യംസ്, ഇങ്ങനെയുള്ള മഹാന്മാരായ ജ്ഞാനികളും എല്ലാ സ്തോത്രം അധികാരികളും ഉള്ള സ്ഥാനത്ത് ഏഴകളാവുന്ന നമുക്ക് ഹല്ലേലൂയ മഹാരാജാവിന്റെ വേലക്കാരായി ദൈവം നമ്മളെ, സ്തോത്രം ഹല്ലേലൂയ, സകല ജഡങ്ങളുടെയും ദൈവമായ കർത്താവ് നമ്മളെ ആ വലിയ ദൗത്യം, ദൈവം ആ വേലക്കാരെന്നുള്ള ദൗത്യത്തിലേക്ക് കർത്താവ് നമ്മളെ വേർതിരിക്കുവാൻ തക്കവണ്ണം ഇടയായ അസാധാരണമായ ഒരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ ഇത്. ഹല്ലേലൂയ, ലോകത്തിലുള്ള ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം പോഷത്വമായതിനെ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ, എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലാത്ത ഹല്ലേലൂയ സ്ഥിതിയിൽ നിന്ന് ഈ രാജാതിരാജാവ് തിരഞ്ഞെടുത്ത് തന്റെ ഒരു എളിയ ഹല്ലേലൂയ ശുശ്രൂഷകനാക്കി കർത്താവ് മാറ്റിയ വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ രാജാതിരാജാവിന്റെ മക്കളാണ്. സകല സൃഷ്ടി ചരാചരങ്ങളുടെയും ഉടമസ്ഥനായ ദൈവം, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ വേലക്കാരാക്കി നമ്മളെ ദൈവം മാറ്റി. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവിക ശുശ്രൂഷയാണ് നമ്മളിലൂടെ വെളിപ്പെടുന്നത്. സ്തോത്രം. പാടുമ്പോൾ അത് ദൈവിക ശുശ്രൂഷയാണ് വെളിപ്പെടുന്നത്. എന്ത് ചെയ്താലും ആത്മാവിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്ത് ചെയ്താലും അത് മഹാരാജാവിന്റെ ശുശ്രൂഷയിലാണ് നമ്മൾ ഹല്ലേലൂയ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ഹല്ലേലൂയ രണ്ടു പക്ഷമില്ല. പ്രിയരെ, സ്തോത്രം. വേഗത്തിൽ ഓടി നമുക്കൊരു ചിന്തയിലേക്ക് പോവാം. ദൈവം എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ചിന്ത ഇപ്രകാരമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ. സ്തോത്രം. മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹല്ലേലൂയ സാക്ഷ്യമാണ് മോശയെ കുറിച്ച് കർത്താവ് പറയാം. ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ നമ്മളും ദൈവ ഹല്ലേലൂയ ഭവനത്തിൽ, ഹല്ലേലൂയ ദൈവ രാജ്യത്തിൽ, ദൈവം ഏൽപ്പിച്ച നിയോഗത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആത്മീയ ലോകത്തെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും വിശ്വസ്തത വളരെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത്, സ്തോത്രം, ദൈവ ഭവനത്തിലൊക്കെയും, നമ്മളും ദൈവത്തിന്റെ ഭവനമാണ്. അപ്പോൾ തന്നെ സഭ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ഭവനമാണ്. ആ ഭവനത്തിന്റെ കെട്ടിടത്തിന്റെ സ്തോത്രം ഓരോ കല്ലുകളാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്. സ്തോത്രം, വിശ്വസ്തനായിരിക്കണം. സ്തോത്രം. മോശയ്ക്ക് കിട്ടിയ പോലെ സാക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കും കിട്ടാം. ആ മോശയിലൂടെ ദൈവം അസാധാരണമായ പ്രവൃത്തിയല്ലേ ദൈവം ചെയ്തെടുത്തത്. സ്തോത്രം. ഏകദേശം പുരുഷന്മാർ മാത്രം 6 ലക്ഷത്തോളം മനുഷ്യരെ ഹല്ലേലൂയ വീണ്ടെടുക്കുവാൻ, സ്തോത്ര, കർത്താവിന്റെ ഭൃത്യനെ ദൈവം കരങ്ങളിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. അത് എപ്രകാരമാണ് അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയും. സ്തോത്രം. 3-ന്റെ 5-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം പറയാം. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത്, സ്തോത്രം, എന്ന് അരുളി ചെയ്തിരിക്കുന്നതിന് സാക്ഷ്യം പറയുന്നു. ഭൃത്യനായിട്ടത്രേ ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ, അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു എന്ന്. ഹല്ലേലൂയ. ആത്മീയ ഗോളത്തിൽ നമ്മൾ എല്ലാവരും വിശ്വസ്തരായിരിക്കണം എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് സ്തോത്രം ആർക്കുന്നത്. സംഖ്യാപുസ്തകത്തിന്റെ 12-ന്റെ 7 പറയുന്നു, എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ
എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ദൈവം നമ്മളെ നോക്കുമ്പോൾ ദൈവം അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനാണ്. സ്തോത്രം. നമുക്ക് പലപ്പോഴും നമുക്ക് മറച്ചും തിരിച്ചുമൊക്കെ നമുക്ക് ചെയ്യാനും പ്രവർത്തിക്കുവാനോട്ടെ കഴിയും. പക്ഷെ നമ്മളെ ഉള്ളതുപോലെ നമ്മളെ അറിയുന്ന ഒരു ദൈവമാണ്. സംഖ്യാപുസ്തകത്തിലെ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വാക്യമാണ്. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ഈ ലോകത്ത് ചിതറിക്കിടക്കുന്ന ദൈവസഭ, ദൈവ മക്കളുടെ കൂട്ടത്തിൽ നമുക്കും അതുപോലെയുള്ള ഒരു സാക്ഷ്യം പ്രാപിക്കുവാനായിട്ട് കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് ദൈവം നോക്കുമ്പോൾ ജോസിയോ അവൻ വിശ്വസ്തൻ, വിശ്വസ്ത, ഇങ്ങനെ എല്ലാവരെ കുറിച്ച്, നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെ കുറിച്ചും കർത്താവ് അങ്ങനെ പറയുവാനായിട്ട് കഴിയണം. കാരണമെന്ന് പറഞ്ഞാൽ നമ്മള് അനുഭവിക്കുന്നത് പോലെ ഈ ദൈവത്തിന്റെ ശബ്ദം വേറെ ഒരുമാതിരപ്പെട്ടവര് അനുഭവിക്കുന്നില്ല. നമുക്ക് ഇവിടെ ഇന്ത്യയിൽ രാവിലെ പുലർച്ചെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കർത്താവ് നമ്മളോട് സംസാരിക്കും. തിരുവചനത്തിലൂടെ ദൈവം സംസാരിക്കും. പാടാനും പ്രാർത്ഥിക്കുവാനോ കർത്താവിനോട് കൂടിയായിരിക്കും. ദൈവവചനം സംസാരിക്കുമ്പോൾ ദൈവം നമ്മളോട് അരുളി ചെയ്യുകയാണ്. ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നതായിട്ടാണ് അല്ലെങ്കിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇവിടെ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2:13 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാ, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് സ്റ്റേറ്റ്മെന്റ് പറയാൻ, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പൊ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ അത് നമ്മളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ശക്തിയും ആത്മാവുമാണ്. അത് നമ്മളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കും. കണ്ടോ, ഇവിടെ പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. അത് അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ അത് മുഖാന്തരമായി തീർന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് സാക്ഷാൽ ദൈവത്തിന്റെ വചനമായി നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിൽ നമ്മളിലേക്ക് അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ദേഹി ആത്മാവിൽ നമ്മുടെ സകല സ്തോത്രം ഹല്ലേലൂയ ഇന്ദ്രിയങ്ങളിലും അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ കേൾക്കുമ്പോൾ മഹാരാജാവ് അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം നമ്മോട് സംസാരിക്കുകയാ. നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ദൈവം നമ്മളോട് അതാത് സമയത്ത് ഹല്ലേലൂയ വചനത്തിലൂടെ നമ്മളോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് തിരിച്ച് നമുക്ക് വരാം. സ്തോത്രം. പ്രിയരെ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ അവിശ്വസ്തരായിരുന്ന ദൈവം നമ്മളോട് ഇടപെടും. സ്തോത്രം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മൂന്നാഴ്ചക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അത് ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുപ്പാട് എന്റെ ജീവിതത്തിലുള്ള ഒരു ഇടപാടായിരുന്നു. ഞാനിവിടെ കടലിൽ ചെറിയ തുഴലൊക്കെ ഇറക്കിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു ഹൈന്ദവ സഹോദരൻ തിലകൻ എന്ന പേര്, ആ പ്രിയപ്പെട്ടവൻ അന്ന് പൈസ കയ്യില്ലാതെ വന്നപ്പോ സ്തോത്രം പുള്ളിക്കാരന്റെ അടുത്ത് ഞാൻ ചെന്നു. അപ്പോൾ ഈ പ്രസ്ഥാനം ഇറക്കുമ്പോൾ പൈസക്കൊക്കെ ചിലവ്, ആരോട് ചോദിച്ചാലും പൈസ തരും. അങ്ങനെ ചെന്നപ്പോൾ അന്ന് ഈ ജ്ഞാനസ്നാന വീട്ടിൽ പോകുമ്പോൾ ചെറിയ ഒരു മോതിരം കൊടുക്കും. 100 രൂപ 150 രൂപയുടെ അതിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ അവന്റെ അടുത്ത് 100 രൂപ കാട്ടിയാണ് ഞാൻ ചെന്നത്. ഒരു 23-4 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ചെന്നപ്പോ അവൻ പറഞ്ഞു, കൂട്ടുകാരാ, പൈസ ഒന്നും എന്റെ ഇല്ല, ഈ സാധനം കൊണ്ട് വെച്ചോന്നും പറഞ്ഞ് ഒരു പൊട്ടി കുഞ്ഞു മോതിരം, അന്ന് 150 രൂപ കൊടുത്താൽ ഒരു സ്വർണത്തിന്റെ മോതിരം നമുക്ക് കിട്ടും. അതെന്റെ കയ്യിൽ പുള്ളിക്കാരന് ഊരിത്തന്നു. അത് കൊണ്ടുവന്ന് ഞാനത്
കൊടുത്തിട്ട് 200 രൂപ കിട്ടി അന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന സമയമാണ്. ഈ 2-3 ആഴ്ചക്ക് മുമ്പ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജോലിക്ക് പോയി, ഒരുമിച്ച് ഞങ്ങള് കൂടി നടക്കും എല്ലാം ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി. ആ വിഷയം അതുകൊണ്ട് അങ്ങോട്ട് പോയി. അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണമെന്നുള്ള കാര്യം ഒരു ചെറിയ വസ്തുവാണ്. അത് കൊടുക്കണമെന്നുള്ള ചിന്ത എനിക്കുമില്ല, പുള്ളിക്കാരനുമില്ല. അങ്ങനെ അങ്ങോട്ട് പോയി. അത് കാര്യമാക്കില്ല. അത് കൂടാതെ തന്നെ പൈസയുടെ ഇടപാട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം എന്റെ കിടത്തി എന്നെ സ്വപ്നത്തിൽ ദൈവം കാണിക്കുക, സ്തോത്രം, ആ പ്രിയപ്പെട്ടവനുമായ ആ ഇടപാട് ക്ലോസ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് അന്ന് നടന്ന സംഭവം ദൈവാത്മാവ് എന്നോട് ഇടപെടുകയും അതാ പ്രിയപ്പെട്ടവന്റെ രക്ഷയ്ക്കും വിശ്വാസത്തിനും അതൊരു തടസ്സമായി നിൽക്കും. കാര്യം ഞാനൊരു പെന്തക്കോസ്റ്റൽക്കാരനാണ്, ഞാനൊരു സുവിശേഷകനാണെന്ന് ആ പ്രിയപ്പെട്ടവനെ അറിയാം. ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് പിന്നെ പുള്ളിനെയുമായിട്ട് ഞാൻ കൂടിയിട്ടുമില്ല. കാണുമ്പോൾ പരിചയമാണ്, കെട്ടിപ്പിടിച്ച് സ്നേഹ ബന്ധമൊക്കെ പുലർത്തും. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇടപാടൊന്നുമില്ല. ഇപ്പോൾ അത് അവിടെ ഒരു മാളയപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു സുവിശേഷ പരസ്യയോഗം വെച്ചാൽ പുള്ളി ഉടനെ എന്റെ കാര്യം ഓർക്കും. കാര്യം നമ്മുടെ കൂട്ടുകാരൻ പെന്തക്കോസ്റ്റിൽ പോയതല്ല, എനിക്ക് ഇങ്ങനെ ഒരു സാധനം എനിക്ക് തരാനുണ്ടല്ല എന്ന് പുള്ളി ഓർത്തുണ്ട്. നമ്മൾ സത്യസന്ധതമല്ല, വിശ്വസ്തനല്ല എന്ന് പുള്ളി വിലയിരുത്തുവാനായിട്ട് ഏറെ സാധ്യതയുണ്ട്. നമ്മുടെ ദൈവത്തിന് അതറിയാം. ദൈവം അത് നമ്മളെ ദൈവമക്കളെ കുറിച്ച് ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. ആ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ കാര്യം ഒരു ഗോൾഡാണ്. ഒരു 150 രൂപ, അന്ന് 150 രൂപ, ഇന്നിപ്പോ 1500 രൂപയുടെ വില ഉണ്ടായിന്. സ്തോത്രം. അതൊരു മില്ലിക്കണക്ക്. അത് ഈ ഞാൻ സ്നാനമൊക്കെ വരുമ്പോ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കുന്ന ഒരു വസ്തുതയായിരുന്നു അന്ന്. അത് അങ്ങേരും നിസ്സാരമായിട്ട് എനിക്കൊന്ന് ഞാനും നിസ്സാരമായിട്ട് അത് സ്വീകരിച്ചു. പക്ഷെ ദൈവത്തിന് അത് വലിയ കാര്യമായി. 24 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സംഭവം ദൈവം തമ്പുരാൻ എന്റെ കിടപ്പറയിൽ വളരെ വ്യക്തമായി ആ ഇടപാട് ഞാൻ തീർക്കണമെന്നുള്ള കറക്റ്റായിട്ടുള്ള അന്നത്തെ സംഭവം ദൈവം എന്നെ എടുത്തിങ്ങനെ കാണിക്കുവാനിടയായി. പിറ്റേ ദിവസം രാവിലെ എണീക്കാൻ തന്നെ രാവിലെ തന്നെ ഞാൻ ഓടി അയാളുടെ വീട്ടിൽ ചെന്നപ്പോ പുള്ളിക്കാരനുണ്ട്. എന്താ സഹോദരാ രാവിലെ എന്നും പറഞ്ഞ് കയറി കെട്ടിപ്പിടിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തി സംസാരിച്ച് ഇങ്ങനെ. ഞാൻ പറഞ്ഞു നമ്മളൊരു കടമുണ്ട്, അപ്പൊ അത് തീർക്കാൻ വേണ്ടി ഞാൻ വന്നു. ഒന്ന് പോടോന്നും പറഞ്ഞ് എന്നെ ഇയാള് പിടിച്ച് വലിച്ച് താനൊരു കാര്യം പറയാ. താൻ നമ്മളങ്ങനെയാണ് കണ്ടേക്കണത്. അതൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മ എന്തോരവും ഇടപാട് ചെയ്ത് നമ്മളെന്തോരം നമ്മൾ കൂടിക്കെട്ടിയൊക്കെ അത് അന്ന് പോയി. താനിപ്പോ ഈ വിഷയം വെച്ച് എന്നെ അളക്കാൻ വന്നെങ്കിൽ അത് ശരിയായ കേട്ടാന്നും പറഞ്ഞ് ഇയാൾ എന്നെ പിടിച്ചു വലിച്ച് എന്നെ പുറത്തു കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇതിന്റെ അകത്ത് വേറൊരു സംഭവം ഉണ്ട്. അത് ശരിക്കും നമ്മൾ ആത്മീയമായിട്ട് വിശ്വസ്തത, ആ പ്രിയപ്പെട്ടവന്റെ ഈ വിശ്വാസത്തിനുള്ള ഒരു തടസ്സമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങേരി സുവിശേഷം പരസ്യവും നടത്തുമ്പോൾ അവിടെ വചനം സംസാരിക്കുമ്പോൾ ആ വഴിയിൽ വന്ന് കേൾക്കുമ്പോൾ അയാൾ ഉടനെ എന്റെ കാര്യം ഓർക്കും. അയാൾ കൂട്ടുകാരനല്ലേ, അയാൾ ബന്ധപ്പൂസ വിശ്വാസത്തിൽ പോയിട്ട് ഒരു നരുന്താണെങ്കിലും ഒരു ചെറിയ ഒരു പൊന്നു കഷ്ണമാണെങ്കിലും അത് മേടിച്ചുകൊണ്ട് പോയതല്ലേ. ഇയാൾ തന്നിട്ടില്ലല്ലോ, അതിന് ക്രമീകരണം വരുത്തിയിട്ടില്ലല്ലോ. ആ ദൈവത്തിന് വലിയ ആ പ്രിയപ്പെട്ടവൻ നമ്മുടെ കർത്താവിനെ വിശ്വസിക്കുവാൻ വലിയ തടസ്സമായിട്ട് തന്നെ നിൽക്കും. ആ വിശ്വസ്തത അവിടെ ലഭിക്കുകയില്ല. ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് അല്പത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. അല്പത്തിൽ വിശ്വസ്തരായിരിക്കുന്നവനെ ദൈവം അധികത്തിൽ വിശ്വസ്തനായിരിക്കും. ഞാൻ അങ്ങനെ തന്നെ എന്റെ കയ്യിൽ അന്ന് ഇച്ചിരി അല്പം പൈസ എന്റെ ഉണ്ടായി. അങ്ങനെ ഈ ദൈവം പറഞ്ഞേക്കുന്ന വിഷയമല്ലേ, അവിടെ പൈസ ഒന്നും നോക്കിയില്ല. അന്ന് 150 രൂപയുടെ സാധനത്തിന് ഞാൻ 3000 രൂപ, എനിക്കൊരു പ്രേരണ അതായിരുന്നു ഉണ്ടായി. ഞാൻ 600 നോട്ട് എടുത്ത് ഞാൻ കൈ വെച്ചുകൊണ്ട് വെളുപ്പിന് ചെന്ന് എന്നിട്ട് ഇയാളുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ച് പിടിച്ച് ഞാൻ ഈ പൈസ എടുത്തു കൊടുത്ത്. ഇയാൾ പറഞ്ഞ 100 രൂപ എനിക്ക് മതി, എനിക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ 100 രൂപ എനിക്ക് തന്നെ, ഞാനത് സ്വീകരിച്ചോളാം എന്നും പറഞ്ഞ് പുള്ളി അത് സമ്മതി. എന്നെ ഞാൻ ഞാൻ ഈ കാശ് പുള്ളിയുടെ കയ്യിലായിട്ട് ഞാൻ വെച്ചു കൊടുത്തു. അങ്ങനെ പറഞ്ഞു ഞാനിത് നോക്കുക പോലും ചെയ്യില്ല എന്നും പറഞ്ഞ് പുള്ളി മേടിച്ച് മടിയിൽ വെച്ച് നോക്കിയ പോലും ഇല്ല. എന്നാലും പുള്ളിക്ക് നമ്മുടെ കർത്താവിന്റെ നാമം അതിലൂടെ 100% മഹത്വപ്പെടും. ആ പ്രിയപ്പെട്ടവനും ഞാനുമായിട്ടുള്ള ആ കർത്താവിലുള്ള വിശ്വാസത്തിന് ഏതൊരു തടസ്സവും അവിടെ വരികയില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പ്രിയരെ, വിശ്വസ്തതയാണല്ലോ നമ്മളിവിടെ പറഞ്ഞത്. ഹല്ലേലൂയ.
മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ നമ്മളും ഈ എളിയ ജീവിതത്തിൽ സ്തോത്രം ആ വിശ്വസ്തനായിരുന്നത് കൊണ്ടാണല്ലോ 6 ലക്ഷത്തിൽ പരം പ്രിയപ്പെട്ടവരെ ആ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ അവിടെ മോശ ഉപയോഗിക്കപ്പെടുവാനായിട്ട് ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ മോശ വിശ്വസ്തനായിരുന്നതിനേക്കാൾ ഹല്ലേലൂയ അധികം നമ്മൾ ദൈവം വിശ്വസ്തനായിരുന്നു എന്നുള്ള അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ 11:23 പറയുന്നു, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദര അമ്മയപ്പന്മാർ കണ്ടു. കണ്ടാ, ഈ മോശക്കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവനൊരു ദൈവിക ചൈതന്യമുള്ളവനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. കണ്ടപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? അവിടെ രാജകൽപ്പനയുണ്ട്. രാജകൽപ്പന, രാജാവിന്റെ കൽപ്പനയെ മാനിക്കാതെ ആ കുഞ്ഞിനെ രഹസ്യത്തിൽ ഇവിടെ അവര് സ്തോത്രം ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ട് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. രാജാവിന്റെ കൽപ്പന അവിടെ നിലനിൽക്കുമ്പോൾ നൈൽ നദിയിൽ അല്ലെങ്കിൽ ഒഴുക്കി കൊല്ലുന്ന ആ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന സംഹരിച്ചു കളയുന്ന ആ ഹല്ലേലൂയ ഫറവോന്റെ ആ ശക്തിക്ക് മുന്നിൽ ഈ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ 3 മാസം മാതാപിതാക്കൾ ഒളിപ്പിച്ചു വെച്ചു. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയരെ, ഈ വിശ്വസ്തനായ പ്രിയപ്പെട്ടവനോട് ദൈവം എത്ര വിശ്വസ്തനായിരുന്നു എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കുവാനുള്ളത്. സ്തോത്രം, നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മളെ വിളിച്ചിരിക്കുന്ന ചെറിയ വിളിയൊന്നുമല്ല. ലോകസ്ഥാപനത്തിനു മുന്നമേ ഹല്ലേലൂയ ക്രിസ്തുവേശുവിൽ നമ്മളെ ഹല്ലേലൂയ കണ്ട ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് നമ്മൾ വിലയേറിയവരാണ്. നമ്മുടെ ഈ അല്പകാലത്തെ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹം. മോശയുടെ വിശ്വാസമല്ല, നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത, ഹല്ലേലൂയ. നമ്മളോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ ഉന്നതമായ വിശ്വസ്തതയാണ്. പറയുന്നു, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിന് ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം ഹല്ലേലൂയ അവര് ആ പെട്ടകം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കയറ്റി കീല് തേച്ച് അവനെ ഒഴുക്കി വിടുവാനിടയായി. സ്തോത്രം. ആ രാജാവിന്റെ ഭവനത്തിലുള്ളവർ തന്നെ ഹല്ലേലൂയ അവന് രക്ഷകനായിട്ട് ഹല്ലേലൂയ വന്നു. ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത്, വിശ്വസ്തതയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. രാജകൽപ്പന നശിപ്പിച്ചു കളയുക എന്നുള്ള കൽപ്പനയുടെ മുമ്പിലും ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ ഹല്ലേലൂയ എത്രയോ ഉന്നതമാണ് പ്രിയമുള്ളവരെ. സ്തോത്രം, ഹല്ലേലൂയ. ആ പെറ്റ ഹല്ലേലൂയ പ്രിയ മാതാവിന് സർക്കാർ ശമ്പളം കൊടുത്ത് ഹല്ലേലൂയ ആ മോശക്ക് മുലയൂട്ടി വളർത്തിയ പെറ്റമ്മക്ക് ശമ്പളം മേടിച്ച ചരിത്രം ലോകത്തിൽ ഹല്ലേലൂയ ഉണ്ടാകുകയില്ല. ചരിത്രത്തിൽ ആദ്യ സംഭവമായിരിക്കും. സ്തോത്രം. ആ മാതാവിന്റെ അടുക്കൽ തന്നെ ഈ കുഞ്ഞ് ഹല്ലേലൂയ വരുവാനും ആ മാതാവിന്റെ മുലപ്പാല് ഹല്ലേലൂയ ആ കുഞ്ഞ് കുടിച്ചതിനും സർക്കാർ ശമ്പളം ഹല്ലേലൂയ ഈ തള്ളക്ക് കൊടുക്കുവാനിടയെ മാസം മാസം ശമ്പളം കൊടുത്ത് ഹല്ലേലൂയ സ്വന്തം തള്ളയുടെ പാല് കുടിച്ചതിന് ശമ്പളം കൊടുത്ത് വളർത്തിയ ഒരു കുഞ്ഞാണ് മോശക്കുഞ്ഞ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവിന്റെ വിശ്വസ്തതയല്ലേ ഹല്ലേലൂയ. മോശയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയുടെ അല്ലെങ്കിൽ ആഴം നമ്മൾ അത് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. എന്നിട്ട് ഇവിടെ പറയുന്നു, സ്തോത്രം, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. സ്തോത്രം. നമ്മളെ ദൈവം അന്ധകാരത്തിൽ നിന്ന് പാപത്തിൽ നിന്നാണ് വിളിച്ചത്. ഇതൊരു മഹാഭാഗ്യമാണ്. നമുക്ക് സ്വതവേ ഒരിക്കലും കഴിയുന്നൊരു കാര്യമല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ഹല്ലേലൂയ ദൈവജനത്തോടുള്ള ഹല്ലേലൂയ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. കാര്യം ലോകം നമുക്ക് യോഗ്യമല്ല. ഇത് പാപം നിറഞ്ഞ അന്ധകാരം നിറഞ്ഞ ലോകത്താണ് നമ്മളൊക്കെ വിശുദ്ധിയോടെ വേർപാടോടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്ത മക്കളായി ജീവിക്കുവാൻ നമ്മളെ തെരഞ്ഞെടുത്തത്. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ മോശയും ചെയ്തത് അതുപോലെ തന്നെയാണ്. സ്തോത്രം, സ്തോത്രം. പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്യും. എന്റെ പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ.
ക്രിസ്തുവിന്റെ നിന്ദയ്ക്ക് വരെയും പ്രതിഫലം നമുക്കുണ്ട്. ആമേൻ. സാഹചര്യത്തിൽ ക്രിസ്തുവിനോടുള്ള നിന്ദയും പരിഹാസത്തിനും ഒക്കെ പ്രതിഫലം തരുന്ന ഈ നിന്ദയ്ക്കും പ്രതിഫലത്തിനും ലോകത്ത് എങ്ങും പ്രതിഫലം കിട്ടുകയില്ല. പക്ഷെ നമ്മുടെ കർത്താവ് പ്രതിഫലം തരും. കർത്താവിന്റെ നാമത്തെ പ്രതി നിന്ദയും പരിഹാസവും ദുഷിയും ഹല്ലേലൂയ സ്തോത്രം പീഡയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രിയരെ സ്തോത്രം, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം, ഇതിനൊക്കെ പ്രതിഫലം തരുന്ന ഒരു ദൈവമാണെന്നേ. ഔദാര്യമായിട്ട് നമ്മൾ ഒരു നിന്ദയും അനുഭവിക്കണ്ട, ഒരു പീഡയും നമ്മൾ അനുഭവിക്കണ്ട. നമ്മൾ ഒരു പീഡ അനുഭവിച്ചാൽ ദൈവം തമ്പുരാൻ അതിന് പ്രതിഫലം നമുക്ക് തരും. സ്തോത്രം. പീഡ അനുഭവിച്ചിട്ടുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ചെറിയ ആയുസ്സിൽ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന് ഹല്ലേലൂയ നമുക്ക് നിലനിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷകൾ ഒന്നും കർത്താവ് നമുക്ക് നൽകയില്ല. ഓരോരുത്തരെയും സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് അറിയാം. അല്ലെങ്കിൽ എത്ര അതിന് മാത്രമേ ദൈവം നമ്മളെ അനുവദിക്കുള്ളൂ, അല്ലാത്തതൊന്നും ദൈവം നമ്മളെ അനുഭവിക്കുകയില്ല. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ പറയുന്നു സ്തോത്രം, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. സ്തോത്രം. മിസ്രയീം വിട്ടുപോകുന്നു. നമ്മളെയും ദൈവം ആ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുക. ഇനി നമ്മുടെ ജീവിതം അല്ലെ മഹാരാജാവിന്റെ കൽപ്പന പ്രകാരം ഹല്ലേലൂയ നമ്മൾ പോകുവാനായിട്ട് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇവിടെ പറയുന്നു, അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തിലെയും ആചരിച്ചു. സ്തോത്രം ഹല്ലേലൂയ. വിശ്വാസത്താൽ അവൻ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു. സ്തോത്രം. ചെങ്കടലിൽ കൂടെ അവൻ കടന്നു. സ്തോത്രം ഹല്ലേലൂയ. ആ മോശയെ ദൈവം എത്രയോ വിശ്വസ്തനായിരുന്നു. ആ വിളിച്ച് വേർതിരിച്ച മോശയെ ആ ദൈവം അനേക പ്രിയപ്പെട്ടവരെ രക്ഷയിലേക്ക് നടത്തുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഒരു ആയുധമാക്കി ദൈവം മാറ്റുവാനിടയായി. ചെങ്കടലിന്റെ മീതെ വന്നപ്പോൾ ഹല്ലേലൂയ വളരെ സ്തോത്രം ഭയപ്പെട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നപ്പോഴും ആ ദൈവത്തിന്റെ വിശ്വസ്തത, ആ മോശയെ വിളിച്ച് അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ സ്തോത്രം ശ്രേഷ്ഠമായതായിരുന്നു. സ്തോത്രം. ആ ചെങ്കടലിനെ രണ്ടായി വറ്റിച്ച് അല്ലെങ്കിൽ ആ പാതയിലൂടെ അവിടെ നിന്ന് കടത്തി കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരിക്കുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം പ്രിയമുള്ളവരെ നമ്മളും ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന വിശ്വസ്തന്മാരെയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ അത് സാക്ഷാൽ മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ദൈവത്തിന്റെ വചനമായി അത് വിശ്വാസമായി നമ്മളിലേക്ക് വ്യാപരിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും ആയിരിക്കുന്ന സ്ഥാനത്ത് ശക്തമായ കാര്യങ്ങളിൽ ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും സ്തോത്രം. സ്തോത്രം. അത് മിസ്രയീമിൽ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവൻ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ ഹല്ലേലൂയ നമുക്കറിയാമല്ലോ, വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ സ്തോത്രം ആ എരിഹോവിന്റെ മതില് അവിടെ ഇടിയുവാനിടയായി. നമ്മളാണെങ്കിൽ ഒരു ദിവസം വിശ്വാസത്താൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്പം ഒരു ക്ഷീണം വന്നാൽ നമ്മളോട് എന്തായി വീണ അനങ്ങിയ എന്നൊക്കെ നോക്കും. സ്തോത്രം. ഇത് ഹല്ലേലൂയ 7 ദിവസം അവർ ചുറ്റി നടന്നു. വിശ്വാസ ജീവിതം അതാ. വിശ്വാസത്താൽ ദൈവം പറഞ്ഞിരിക്കുന്ന അണുവിട വിടാതെ ആ ഹല്ലേലൂയ ഒരു പോഷനെ പോലെ അത് ഏറ്റെടുത്തിന്. എന്റെ ദൈവം പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ആ 7 ദിവസം അല്ലെങ്കിൽ എരിഹോ മതിലിന് ചുറ്റി നടന്ന്. ഒരു പ്രാവശ്യം നടന്നപ്പോ വീണില്ല, 2 പ്രാവശ്യം നടന്നപ്പോ വീണില്ല, 3 പ്രാവശ്യം നടന്നപ്പോ വീണില്ല. അവർ മടുത്തില്ല. സ്തോത്രം. അല്ലെങ്കിൽ അവർ ചുറ്റി നടന്നു. എന്നിട്ട് ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ ആ ഹല്ലേലൂയ അവർക്കെതിരായി നിൽക്കുന്ന ആ ഹല്ലേലൂയ ആ മതിൽ ഇടിയുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഹല്ലേലൂയ പ്രവാചകനായ സ്തോത്രം ഏലിയാവു ഇതുപോലെ മഴ പെയ്യാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മഴ പെയ്തില്ല. പ്രാർത്ഥിക്കുവാൻ മഴ പെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം.
പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ അവിടെ ചെന്ന് ശിഷ്യനെ വിട്ട് നോക്കി. അത് ഒരു പ്രാവശ്യം നോക്കി കണ്ടില്ല. അപ്പൊ നമ്മളൊക്കെയാണെ ആദ്യത്തെ പ്രാവശ്യം തന്നെ പായും മടക്കി നമ്മുടെ പല കാര്യത്തിനും നമ്മൾ വ്യാപരിക്കുവാനിടയാവും. സ്തോത്രം. ഞാൻ ഉൾപ്പെടെയാണ് പ്രിയമുള്ളവരെ. സ്തോത്രം. അങ്ങനെയല്ല. നമ്മൾ ഇത് ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നതെന്നും ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. ആ വലിയ ദൈവഭൃത്യൻ അല്ലെങ്കിൽ 7 പ്രാവശ്യം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. സ്തോത്രം. അല്ലെങ്കിൽ ഈ ആയുസ്സിലെ നമുക്ക് കർത്താവിന്റെ സാമീപ്യം, അവന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവന്റെ സാമീപ്യത്തിൽ ഇരിക്കുവാൻ ഈ ഒരു ആയുസ്സേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതിരുന്നാൽ ദൈവം അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4:1. സ്തോത്രം. പുതിയ നിയമത്തിൽ നമുക്കത് കാണുവാനായിട്ട് നമുക്ക് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. സ്തോത്രം. അവിടുത്തെ വിശ്വാസികൾ, കൊരിന്ത്യരിലുള്ള വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയാൻ, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. സ്തോത്രം. ഈ ദൈവ ഗ്രഹവിചാരം, നമ്മളും ദൈവത്തിന്റെ ഭവനം പണിയുന്നവരാണ്. ദൈവം നമ്മളെ കുറിച്ച് നോക്കുന്നത്, സ്തോത്രം, വിശ്വസ്തരായിരിക്കണം. ദൈവ ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കരുത്. എന്നെത്രയും ലഘുകാര്യം ഞാൻ എന്നെ തന്നെ ഇരിക്കുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ആരെന്ത് വിധിച്ചാലും പിടിച്ചാലും നമുക്ക് ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മളെ കാണുന്ന കണ്ണുണ്ട്, ദൈവമാണ്. സ്തോത്രം. അവന്റെ കണ്ണ് അഗ്നിജ്വാല കൊത്ത കണ്ണാണ്. നമുക്ക് കാര്യം ദൈവവുമായിട്ടാണ്. അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ എല്ലാം ദൈവം അറിയുന്നു. ദൈവം എല്ലാത്തിനും, നമ്മുടെ ചില അവസ്ഥകളിലൊക്കെ അതെല്ലാം ദൈവം അറിയുന്നു. അതിന്റെ ഉൾപ്പൂ ആരാഞ്ഞ് മനസ്സിലാക്കുന്ന ദൈവമാണ്. മനുഷ്യനെ എത്രത്തോളം നമ്മളെ മനസ്സിലാക്കുവാൻ പറ്റുമെന്നറിയില്ല. മനുഷ്യരെ നമുക്ക് ആർക്കും ബോധിപ്പിച്ച് നമുക്ക് ജീവിക്കുവാനും പറ്റിയില്ല. പക്ഷെ നമ്മൾ എവിടെ ഇരുന്നാലും, നമ്മൾ സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും അവിടെയും നമ്മളെ കാണുന്ന കണ്ണുണ്ട്. നമ്മുടെ ദൈവം മഹാദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എത്രത്തോളം ഭയഭക്തിയോടുകൂടി നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഇവിടെ പറയുന്നു, എന്റെ ഈ സന്ദേശം ഞാൻ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്പസമയം കൂടിയേ ഉള്ളൂ. സ്തോത്രം. ഇവിടെ പറയുന്നു, മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ നമ്മളും ഈ കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ ദൈവം ഏൽപ്പിച്ച കാര്യത്തിലൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കും. ദൈവം പോകാൻ പറഞ്ഞാൽ നമ്മൾ മറ്റൊന്നും നോക്കണ്ട. സർവ്വജടങ്ങളുടെയും ദൈവമാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലോകത്തെ നോക്കി ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. നമ്മൾ ചുറ്റുപാടുകളെ നോക്കണ്ട. നമ്മളെ പറഞ്ഞു വിടുന്നവൻ സ്തോത്രം, സകല ജഡങ്ങളുടെയും ദൈവമായ കർത്താവ്. അവന്റെ വാക്ക് കേട്ട് സാക്ഷാൽ ദൈവമാണ് എന്നോട് പറയുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ നമുക്ക് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരായി നമുക്ക് നിൽക്കാം. അതിൽ ഏതൊരു ശങ്കയും നമ്മൾ കാണിക്കണ്ട. സ്തോത്രം. ഈ 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് വിശ്വാസ വീരന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. എത്രയോ ശ്രേഷ്ഠമായ പദവികളാണ് അവര് അലങ്കരിച്ചിരിക്കുന്നത്. അവരുടെ ജീവനെ വിലയേറിയതായ അവർ എണ്ണയില്ല. അവർക്ക് ആവശ്യം വിശ്വസ്തതയാ. ആ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് വേണ്ടി അവരുടെ ജീവനെ തന്നെ അവരെ എറിഞ്ഞു കൊടുത്തു. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ജീവനെ ഈ കളയുന്നവൻ അതിനെ നേടും, അതിനെ നേടുന്നവനോ അതിനെ കളയും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജീവിച്ചാലും മരിച്ചാലും എല്ലാം ദൈവനാമത്തിന് നമ്മൾ കൊള്ളാവുന്നവരായിത്തിരിക്കണം. കർത്താവ് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെയായിരിക്കാൻ അതിലും വലിയ പീഡനമൊന്നും ഇവിടെ കിട്ടുകയില്ലല്ലോ.
എപ്പോഴായാലും ഒന്ന് മരിക്കും. അത് കർത്താവിനോട് കൂടിയാണെങ്കിൽ അത് ശ്രേഷ്ഠകര. അതുപോലത്തെ ഒരു മരണം പദവി വേറെ കിട്ടുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രമല്ലേലൂയ. ഈ വിശ്വാസത്തിന് വേണ്ടി, ഈ കർത്താവിന് വേണ്ടി ശക്തമായി ഹല്ലേലൂയ നമുക്ക് നിൽക്കാം. നമുക്ക് ഈ കന്യാ കുഞ്ഞാ കാര്യത്തിലൊന്നും അവിശ്വസ്തരാകാതെ ദൈവം എന്തു പറയുന്നു അത് കേട്ട വചനം അത് ദൈവവിശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത് എന്നുള്ള ആ ഹല്ലേലൂയ ആഴമാറിയ അല്ലെങ്കിൽ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണമേ. അല്ലെങ്കിൽ ഈ വിശ്വസ്ത അല്ലെങ്കിൽ മോശയേക്കാൾ നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനായിരുന്നു. എത്ര സാഹചര്യങ്ങളുടെ മോശ കുഞ്ഞ് കടന്നുപോയി. അവിടെ നിന്ന് എല്ലാത്തിലും ദൈവം ഹല്ലേലൂയ മോശയെ വിടുവിച്ചു. ആ ദൈവത്തിനെ ഹല്ലേലൂയ ആ മോശയുടെ മരണത്തിൽ ഒരു മനുഷ്യനും അടക്കാൻ പോലും ഹല്ലേലൂയ ദൈവം സമ്മതിച്ചില്ല. ദൈവം തന്നെയാണ് ആ പ്രിയപ്പെട്ടവന്റെ ഹല്ലേലൂയ ആ അടക്ക ശുശ്രൂഷ ചെയ്തത്. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ആ മോശ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നപ്പോൾ ആ പ്രിയപ്പെട്ടവന്റെ ഹല്ലേലൂയ അവസാന സമയവും കർത്താവ് തന്നെ എല്ലാം ചന്തമായി നടത്തുവാൻ തക്കവണ്ണം ഇടയായി എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കഴിയും. ഹല്ലേലൂയ. അതുപോലെ നമുക്കും വിശ്വസ്തരായി ജീവിക്കാം. ഈ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ നിങ്ങൾ എന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. നമ്മൾ വിശ്വസ്തരായിരിക്കണം ദൈവസന്നിധിയിൽ. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ ദൈവം അധികത്തിൽ കാര്യക്കാരനാക്കി തരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ എളിയ അവസരം ഒരുക്കിയ ദേവദാസന്മാരുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസ്ഥലം താണിരിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. താങ്ക് യു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, അത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ 1-2 വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ എ കെ രാജൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാക്കുന്നതാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞ മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ നമ്മളും വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, മോശയെ ഏൽപ്പിച്ചതായിട്ടുള്ള ആ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കർത്തവ്യമായിരുന്നു. 6 ലക്ഷം ജനങ്ങളെ കൊണ്ട് 6 ലക്ഷം പുരുഷന്മാരാണ്. 6 ലക്ഷം പുരുഷന്മാരുണ്ടെങ്കിൽ കുറഞ്ഞൊരു കേരളത്തിലെ കണക്കനുസരിച്ച് കൂടുതൽ സ്ത്രീകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ 6 ലക്ഷം പുരുഷന്മാരുണ്ടെങ്കിൽ ഒരു 7 ലക്ഷം സ്ത്രീകൾ കാണും. അപ്പം 13 ലക്ഷം. പിന്നെ 2 പിള്ളേർ വെച്ചാണെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞൊരു 7 ലക്ഷം പിള്ളേരെ കൂട്ടിയാൽ തന്നെ 20 ലക്ഷം പേരാണ്. 2 മില്യൺ ആളുകളാണ് പോയത്. അത് എങ്ങനെ അവരെ കൊണ്ടുപോയി, എങ്ങനെ അത് നിയന്ത്രിച്ചു എന്നൊന്നും നമുക്കറിയത്തില്ല. ദൈവികമായിട്ടുള്ള ശക്തി കൊണ്ട് മാത്രമേ അത് കഴിയുള്ളല്ലോ. എന്നാൽ കർത്താവ് അത്ര വലിയൊരു കാര്യം മോശയെ ഏൽപ്പിച്ചു. അതുകൊണ്ട് മോശയെക്കുറിച്ച് പറഞ്ഞ അവൻ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തനായിരുന്നെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണോ? വിശ്വസ്തരായിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ ചർച്ചിലേക്കും ഒക്കെ നോക്കുകയാണെങ്കിൽ വിശ്വസ്തരായിട്ടുള്ള ദൈവദാസന്മാരെയൊക്കെ കാണാൻ വളരെ ദുർലഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡബിൾ മൈൻഡും രണ്ട് രീതിയിലും, അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. പൂർണ്ണമായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വിശ്വസ്തരായിരിക്കുന്ന അങ്ങനെയുള്ളവര് വളരെ ദുർലഭമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിശ്വസ്തതയുടെ വേറൊരു ഭാഗമാണ് മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുക എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് മറ്റുള്ളവരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് ക്ഷമ ചോദിക്കുക എന്നുള്ളത് ആ വിശ്വസ്തതയുടെ ഒരു ഭാഗമാണ്. കർത്താവ് പറഞ്ഞല്ലോ, നീ യാഗം കഴിക്കാൻ വരുന്നതിന് മുമ്പ് സഹോദരനോടോ മറ്റുള്ളവരോടോ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്ഷമ ചോദിച്ച് അതിനൊരു നിരപ്പ് പ്രാപിച്ചതിന് ശേഷം മാത്രം എൻ്റെ അടുത്തോട്ട് വന്നാൽ മതി എന്നാണ് ദൈവം പറഞ്ഞു. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന ഉദാഹരണമൊക്കെ പറഞ്ഞല്ലോ. 100 രൂപ 25 വർഷം മുമ്പ് മേടിച്ചതാണ്, അതിനുള്ളൊരു സാധനം മേടിച്ചതാണ്. എന്നാൽ അദ്ദേഹം ചോദിച്ചുമില്ല. എന്നാൽ 100 രൂപ മതി എന്ന് പറഞ്ഞിടത്ത് അതിൻ്റെ 30 മടങ്ങാണ് കൊടുത്തത്. ഞാൻ പെട്ടെന്ന് ആ ഹൈന്ദവനായിരുന്ന ആ സഹോദരന് അത് വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ചില നമ്മുടെ ആളുകൾ തന്നെയാണെങ്കിൽ ചിലപ്പോൾ പറയാം, ഞാൻ കൊടുത്തതല്ലേ, എനിക്ക് തന്നേര്, ഇത്രയും നാൾ താമസിച്ചു പോയോ, എന്താ ഇപ്പോഴാണ് ബുദ്ധി വന്നത് എന്ന് പറഞ്ഞു മേടിക്കും. എന്നാൽ ആ ഹൈന്ദവനായിരുന്ന ആ സഹോദരൻ തന്നെ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് തരികയൊന്നും വേണ്ട, തന്നാൽ തന്നെ 100 രൂപ മതി എന്നാണ് പറഞ്ഞത്. എത്ര മാതൃക. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതും കാണുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മളെക്കാളും വളരെ ദൈവഭക്തിയോടുകൂടെ സ്നേഹത്തോടുകൂടെ പലപ്പോഴും പെരുമാറുന്നത്. നമ്മൾ പെന്തുകോസുകാരെന്ന് പറഞ്ഞവരെ ഇടിച്ചു മേടിക്കും, അല്ലെ എനിക്ക് തരാനുള്ള തന്നേ പറ്റുമെന്ന് പറഞ്ഞാൽ അല്ലെ കേസ് കൊടുക്കും. ഹൈന്ദവനായിട്ടുള്ള പറയും, എനിക്ക് വേണ്ട സഹോദര പോട്ടെന്ന് പറയും.
ഇതൊക്കെയായിരുന്നു നമ്മൾ ലോകത്തിൽ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സക്കായിയുടെ കാര്യമാണ്. സക്കായി പിടിച്ചു പറിക്കുന്നവനായിരുന്നു. എന്നിട്ട് കർത്താവ് തൻ്റെ ഹൃദയത്തിൽ ഭവനത്തിൽ വന്നപ്പോൾ സക്കായി നിന്നുകൊണ്ട് പറയാണ്, ഞാൻ കർത്താവ് ഒന്നും പറഞ്ഞില്ല, നീ മേടിച്ചതൊക്കെ തിരിച്ചു കൊടുക്കണം കേട്ടോ എന്നൊന്നും പറഞ്ഞില്ല. മോശയുടെ ന്യായപ്രമാണം, സക്കായി ഇസ്രായേലിലായിരുന്നല്ലോ, ന്യായപ്രമാണം പാലിക്കേണ്ടവരാണ്. അതുകൊണ്ട് സക്കായി പറയാം, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇതാണ്, എന്തെങ്കിലും ചതുവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മടങ്ങൂടെ കൊടുക്കണം. 10 രൂപ ചതുവായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ 20 രൂപ കൊടുക്കണം. അതാണ് മോശയുടെ നിയമം. സക്കായി അതിനൊന്ന് ഡബിളൂടെ ചെയ്ത് സക്കായി അവിടെ നിന്നുകൊണ്ട് പറയാണ്, കർത്താവെ, ഞാൻ ചതിവായിട്ടൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ 4 മടങ്ങ് ഞാൻ പകരം കൊടുക്കാമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ഉടനെ പറഞ്ഞത് എന്തുവാ? ഇവൻ അബ്രാഹാമിൻ്റെ പുത്രനാണ്, ഇവനെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിരിക്കുക. യഥാർത്ഥമായിട്ടുള്ള അനുതാപം വരുമ്പോഴാണ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കത്തില്ല. ഇന്ന് നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരിക, അവൻ അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നിങ്ങൾക്ക് നൽകും, കർത്താവിന് വേണ്ടി ദശാംശം ഞങ്ങളുടെ മിനിസ്ട്രിക്ക് അയക്കുക, കർത്താവ് അളന്ന് കുലുക്കി കവിയുന്ന ഒരളവ് നൽകുമെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ എനിക്ക് ഇപ്പം കൊടുത്താൽ, ഈ മിനിസ്ട്രിക്ക് കൊടുത്താൽ എനിക്ക് അതിൻ്റെ 4 ഇരട്ടി കിട്ടുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് കൊടുത്താൽ പ്രിയമുള്ളവരെ ഉള്ളതോടെ പോകത്തേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ എനിക്ക് തിരിച്ചു കിട്ടും, അമർത്തി കുലക്കി എനിക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് ആരും കൊടുക്കണ്ട. കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെ തിരിച്ചു കിട്ടാനല്ല നമ്മൾ കൊടുക്കേണ്ടത്. അതൊന്നും ദൈവികമായിട്ടുള്ള ചിന്തകളോ ദൈവികമായിട്ടുള്ള കാര്യങ്ങളോ അല്ല. അങ്ങനെയുള്ളൊരു ചിന്തയോടുകൂടെ കൊടുക്കുന്നതും ദൈവികമല്ല. അത് ലോട്ടറി എടുക്കുന്ന പോലെ ഉള്ളൂ. ലോട്ടറി എടുത്താൽ ഇവിടെ ഈ ഞങ്ങളുടെ ഈ സ്റ്റേറ്റിൽ, ഇല്ലിനോയ് സ്റ്റേറ്റിൽ ഇന്നലെ കേട്ടു, 330 മില്യൺ മെഗാ ജാക്ക് പോട്ട് ഇവിടെ ഉള്ള ഒരാൾക്ക് അടിച്ചത്, ഇവിടെ ഈ ഏരിയയിൽ ഇവിടെ ഉള്ള ഒരാൾക്ക് അടിച്ചത്. അപ്പം അങ്ങനെ തിരിച്ചു കിട്ടാനായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തോന്നിക്കുമ്പോൾ തിരിച്ചു കിട്ടാനല്ല, നമ്മൾ സന്തോഷത്തോടെ നമ്മൾ കൊടുക്കുക. അതാ കർത്താവ് പറഞ്ഞത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒരുവൻ എത്ര ലോഭിച്ചിട്ടും അവനൊന്നും തികയുന്നില്ല, കൊടുക്കാതൊക്കെ ലോഭിച്ച് വെച്ചിട്ട് ഒന്നും തികയുന്നില്ല. എന്നാൽ ഒരുത്തൻ വാരി വിതറി കൊടുത്തിട്ടും അവന് വേണ്ടുന്നതിലും അധികമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരു മനസ്സാണ്. ആ യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ മനസ്സുണ്ടാകത്തുള്ളൂ. കർത്താവിൻ്റെ ദാസന് അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്തല്ലോ, അതൊരിക്കലും ഒരു നഷ്ടമല്ല. അത് എന്താണെങ്കിലും അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആ കാക്കത്തുരുത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങളെ വളരെ ശക്തമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതൊരു വലിയ പ്രവർത്തനമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.